റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1948 ആഗസ്റ്റ് 15. 1948 ആഗസ്റ്റ് 15-നാണ് ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത്. പോസ്റ്റൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി. പോസ്റ്റൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് മഹാത്മാഗാന്ധി. കേരളത്തിൽ ആദ്യം പോസ്റ്റൽ സേവിംഗ് ബാങ്ക് ATM സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യ പോസ്റ്റൽ സേവിംഗ് ബാങ്ക് ATM സ്ഥാപിതമായത് തിരുവനന്തപുരം. തിരുവിതാംകൂറിൽ തപാൽ സംവിധാനം അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ സംവിധാനം. തിരുവിതാംകൂറിൽ തപാൽ സംവിധാനം അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ സംവിധാനം. തിരുവിതാംകൂറിൽ പോസ്റ്റ്മാനെ വിളിച്ചിരുന്ന പേര് അഞ്ചലോട്ടക്കാരൻ. തിരുവിതാംകൂറിൽ പോസ്റ്റ്മാനെ വിളിച്ചിരുന്ന പേരാണ് അഞ്ചലോട്ടക്കാരൻ. കേരളത്തിലെ ആദ്യത്തെ അഞ്ചലാഫീസ് പ്രവർത്തനമാരംഭിച്ച വർഷം 1857 ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ അഞ്ചലാഫീസ് പ്രവർത്തനമാരംഭിച്ച വർഷമാണ് 1957 ആലപ്പുഴ. രാവിലെ 9 മണിക്ക് മുൻപ് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരന് എത്തിച്ചു കൊടുക്കുന്ന കേരള പോസ്റ്റൽ സർക്കിളിൻ്റെ പദ്ധതി സുപ്രഭാതം. രാവിലെ 9 മണി മുതൽ തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരന് എത്തിച്ചു കൊടുക്കുന്ന കേരള പോസ്റ്റൽ സർക്കിളിൻ്റെ പദ്ധതി സുപ്രഭാതം. 2006 സുപ്രഭാതം പദ്ധതി ആരംഭിച്ച സ്ഥലമാണ് തിരുവനന്തപുരം. 2006 സുപ്രഭാതം പദ്ധതി ആരംഭിച്ച സ്ഥലം തിരുവനന്തപുരം. ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന വർഷം 1961 ജൂലൈ 1. 1961 ജൂലൈ 1-നാണ് കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്നത്. കേരള പോസ്റ്റൽ സർക്കിൾ ഉൾപ്പെടുന്ന പോസ്റ്റൽ ഡിവിഷനുകളുടെ എണ്ണം 24. കേരള പോസ്റ്റൽ സർക്കിളിൽ ഉൾപ്പെടുന്ന പോസ്റ്റൽ ഡിവിഷനുകളുടെ എണ്ണം 24. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ കൊച്ചി 1986 നവംബർ. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻ്ററാണ് കൊച്ചി 1986 നവംബർ. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിൽ പോസ്റ്റ് ഓഫീസ് ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസ് ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട്. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ചരിത്ര സ്മാരകം മട്ടാഞ്ചേരി 1968. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ചരിത്ര സ്മാരകമാണ് മട്ടാഞ്ചേരി 1968. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് EMS. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മുഖ്യമന്ത്രി R. ശങ്കർ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് R. ശങ്കർ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള സിനിമാ നടൻ പ്രേം നസീർ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള സിനിമാ നടനാണ് പ്രേം നസീർ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൻസാമ 1996. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൻസാമ 1996. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ 1988. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ 1988. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ 1997. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ 1997. പ്രൊജക്റ്റ് ആരോ ഉദ്ഘാടനം ചെയ്ത വർഷം 2008 ആഗസ്റ്റ്. പ്രൊജക്റ്റ് ആരോ ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 2008 ആഗസ്റ്റ്. ടെലിഗ്രാഫ് കണ്ടുപിടിച്ചത് സാമുവൽ മോഴ്സ്. ടെലിഗ്രാഫ് കണ്ടുപിടിച്ചത് സാമുവൽ മോഴ്സ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവശ്യത്തിനായി ആദ്യ സർവീസ് ആരംഭിച്ച വർഷം 1751.
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവശ്യത്തിനായി ആദ്യ സർവീസ് ആരംഭിച്ച വർഷം 1851. ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്ന വർഷം 1854. ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്ന വർഷമാണ് 1854. ഇന്ത്യയിൽ അവസാനമായി ടെലിഗ്രാഫ് അയച്ച വ്യക്തി അശ്വനി മിശ്ര. ഇന്ത്യയിൽ അവസാനമായി ടെലിഗ്രാഫ് അയച്ച വ്യക്തിയാണ് അശ്വനി മിശ്ര. ഇന്ത്യയിൽ ടെലിഗ്രാഫ് സംവിധാനം ഔദ്യോഗികമായി നിർത്തലാക്കിയത് 2013 ജൂലൈ 15. ഇന്ത്യയിൽ ടെലിഗ്രാഫ് സംവിധാനം ഔദ്യോഗികമായി നിർത്തലാക്കിയത് 2013 ജൂലൈ 15. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.